നമസ്തേ. സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താണ് വില? സ്വർണത്തിൻ്റെ വില വളരെയധികം അധികരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാറ്റിനം ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ശുദ്ധവായുവിന് പോലും ഇപ്പോൾ വിലയാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനർജി, എസ്പെഷ്യലി ന്യൂക്ലിയർ എനർജി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം വാല്യൂ ആണ് എന്നുള്ളത് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്, ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് മൂല്യം വരാൻ പോകുന്ന ഒരു സംഗതിയാണ് എനർജി എന്നുള്ളതാണ്. എസ്പെഷ്യലി ന്യൂക്ലിയർ എനർജി. എന്ത് തന്നെയാകട്ടെ, എനർജി എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സെൻസിൽ ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഈ സയൻസിൻ്റെയും ഒക്കെ വ്യൂ പോയിന്റ് നോക്കുന്ന സമയത്ത് വളരെയധികം മൂല്യമുള്ളൊരു സാധനമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നതും ഇത് രണ്ടും എനർജി തന്നെയാണല്ലോ, തീർച്ചയായിട്ടും വളരെയധികം മൂല്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് വഴി കൂടെയാണ് നമ്മുടെ സ്പിരിച്വൽ എനർജി ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു ഒരു കുടത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തന്നെ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ, എവിടെയാണ് ഇത് തുളുമ്പി പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇതിന് ചോർച്ചയുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ ചോർച്ച അടച്ചു കഴിയുന്ന സമയത്ത് ആ വെള്ളം അതിൽ സേഫായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സ്പിരിച്വൽ എനർജിയുടെ കാര്യം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ചുറ്റിനുള്ള വ്യക്തികളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ജോലി സ്ഥലത്ത് നിന്നും, വിദ്യാലയത്തിൽ നിന്നും, നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും. ഇന്ന് ആളുകൾ അടുത്തൊന്നും വേണ്ട നമ്മുടെ എനർജിയെ ചോർത്താനായിട്ട്. ഈവൻ അമേരിക്കയിലിരുന്നോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിരുന്നു വേണേലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജീനെ ചോർത്താനായിട്ട് ആളുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ എനർജി ചോരാനായിട്ട് നമ്മൾ അനുവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സോൾ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ആ കർമ്മത്തിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും ഗുണകരമായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയോ ഫോക്കസ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പം നമ്മുടെ കർമ്മം ശരിയാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളും അലൈനാകും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ, ഈ അമേരിക്കയിൽ ഇരിക്കുന്നവനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരായിക്കോട്ടെ, ജോലി സ്ഥലമായിക്കോട്ടെ, സമൂഹമായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ ഓരോ സംഗതികൾ വരുമ്പോഴും നമ്മൾ ഇവിടെ കുറച്ച് എനർജി ചോർത്തി, അടുത്ത സ്ഥലത്ത് കുറച്ച് എനർജി ചോർത്തി, മറ്റേ സ്ഥലത്ത് കുറച്ച് എനർജി ചോർത്തി, അവസാനം നമ്മുടെ കർമ്മത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എനർജി ബാക്കിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ എനർജീനെ ചോർന്നു പോവാതെ സൂക്ഷിക്കാം, എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും നിന്റെ അമൂല്യമായിട്ടുള്ള ഊർജം നീ ചെലവാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പറയുന്ന അവസ്ഥ ഒരു നമ്പുനെസ് അല്ല, അല്ലെങ്കിൽ നമ്മൾ അപ്പതി കാണിക്കുന്ന ഒരു അവസ്ഥയല്ല, നമ്മൾ പ്രതികരണമില്ലാതെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുമല്ല. സെലക്റ്റീവായിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്. അപ്പം നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ നമ്മുടെ എനർജി കളയാതെ വാട്ട് ഈസ് നീഡഡ്, വാട്ട് ഈസ് റൈറ്റ്, നമ്മുടെ കർമ്മവുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന കാര്യം എന്താണോ അതിലേക്ക് നമ്മുടെ എനർജി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലൂസ് ആവാതെ നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ റിയാക്ഷൻ ആവശ്യമില്ല. അത് ആവശ്യമുള്ളത് എവിടെയാണോ അവിടെയാണ് അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ എല്ലാത്തിനോടും പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെ അടിമയാണ്. വഴി കൂടെ പോകുന്ന ഒരുത്തൻ നമ്മളെ തെറി വിളിച്ചു, നമ്മൾ തിരിച്ച് തെറി വിളിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ നമ്മുടെ എനർജിയെ അവിടേക്ക് വലിച്ചെടുത്തു, നമ്മൾ അവൻ്റെ അടിമയായി പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോയിട്ട് തലയിടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വലിച്ച് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ അവിടേക്ക് നമ്മുടെ എനർജി കൊടുക്കുകയാണ്, നമ്മൾ അതിൻ്റെ അടിമയായിട്ട് മാറി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്നതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു തോട്ട്, ഒരു വർത്തമാനം നമ്മുടെ തലയിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓവർ തിങ്കിങ് ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ അയാളുടെ അടിമയായിട്ട് മാറി എന്നുള്ളതാണ്. വ്യക്തികളുടെ മാത്രമല്ല, അത് ചിലപ്പം എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിലെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ, റിലേഷൻഷിപ്പോ ടെക്നോളജിയോ വാട്ടെവർ ഇറ്റ് ഈസ്, അത് നമ്മുടെ എനർജീനെ നശിപ്പിക്കുന്നുണ്ടോ അനാവശ്യമായിട്ട് എന്നുള്ളത് ഇന്ന് തന്നെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആവശ്യമില്ലാതെ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഞാൻ പോയി റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് ഞാൻ എത്രമാത്രം എനർജി കൊടുക്കാൻ പറ്റുന്നുണ്ട്? അതിൻ്റെ ഒരു പൈ ഡയഗ്രം ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് കൊടുക്കുന്ന എനർജി ചിലപ്പോൾ വെറും 10% താഴെയോ ചിലപ്പോൾ അത്രയും പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷന് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ചിന്ത തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ എനർജി എവിടെയാണ് ചോർത്തിക്കളയുന്നത് എന്നുള്ളത്, ഞാൻ എൻ്റെ എനർജിയെ കൃത്യമായിട്ട് എൻ്റെ കർമ്മത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്.
യഥാർത്ഥത്തിൽ നമ്മുടെ ബോധത്തിന്റെ ഒരു ഫിൽട്ടറാണ് അവഗണന എന്ന് പറയുന്നത്. ഒരു ബോധമുള്ള മനുഷ്യൻ നമ്മളിങ്ങനെ ബോധത്തോടു കൂടി ഉണർന്നിരിക്കുന്ന സമയത്ത് എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാ ശബ്ദങ്ങളോടും നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ? ബോധമുള്ള മനുഷ്യൻ എല്ലാ ശബ്ദങ്ങളും കേൾക്കും, പക്ഷേ എല്ലാ ശബ്ദങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കാനായിട്ട് പോകുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധമണ്ഡല വികാസം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ കാര്യങ്ങളെയും പേഴ്സണലായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലെ ഈഗോ ഉണരും. പിന്നെ നമ്മൾ അവരോട് വേണ്ട മറുപടി പറയണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ബോധമണ്ഡല വികാസം പ്രാപിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അവഗണിക്കേണ്ടതിനെ അവഗണിക്കുക തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നത്? അതെന്തെങ്കിലും സംഭവങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ചുറ്റിനും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലേ. നമ്മളിപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ജനിക്കുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ഒരുപാട് പേര് തല്ലുകൂടുന്നുണ്ട്, വഴക്ക് കൂടുന്നുണ്ട്, പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടെല്ലാത്തിനോടും നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പം നമ്മുടെ ചുറ്റിനുള്ള സംഭവങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പല സംഭവങ്ങൾ ചുറ്റിനും നടന്നു എന്ന് കരുതി നമ്മുടെ എനർജി പോകുന്നില്ല. പക്ഷെ നമ്മൾ അതിനോടൊക്കെ പ്രതികരിക്കാനായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ എനർജി ലൂസായി പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജം നഷ്ടപ്പെടുന്നത് സംഭവങ്ങളിലല്ല, പ്രതികരണങ്ങളിൽ കൂടെയാണ്. നമ്മളെ തളർത്തുന്നത് സംഭവങ്ങളല്ല, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളെ തളർത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ മടിയന്മാരല്ല, നമ്മൾ എനർജി സേവിങ് മോഡിലാണ്. അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റിയാക്ഷൻസ് നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഫറിങ്സ് നല്ല രീതിയിൽ കുറവ് വരുമെന്നുള്ളതാണ്. നമ്മൾ പ്രതികരിക്കുന്നതിനെ കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും മനോവ്യഥകളും ഇല്ലാണ്ടായി പോകുമെന്നുള്ളതാണ്. ഓരോ വ്യക്തിയും അങ്ങനെ ആകുകയാണെങ്കിൽ എത്രമാത്രം ശാന്തമായിരിക്കും ലോകം എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചില ആൾക്കാർ പറയും, ഈ വ്യക്തി ഇൻഡിഫറൻ്റ് ആണല്ലോ, കഠിനനാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും കഠിന ഹൃദയയോ അല്ല. നമുക്ക് വികാരമില്ലാത്ത അവസ്ഥയല്ല. പക്ഷേ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. നമുക്ക് എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? എല്ലാം നമ്മൾക്ക് ഡിസർവ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതെൻ്റേതാണ്, അതെനിക്ക് വേണം, എനിക്കിതുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ഫ്രീഡം കുറഞ്ഞ് നമ്മളൊരു ലിമിറ്റഡ് സോളായിട്ട് മാറുന്നത്, ഒരു ഭൗതിക ജീവിയായിട്ട് മാറുന്നത്. എല്ലാ യുദ്ധങ്ങളും ജയിക്കേണ്ടതില്ല, ചിലത് വിട്ടുകളയുന്ന സമയത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഇന്നർ പീസ്, ആന്തരികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന എനർജി എക്കണോമി തന്നെയാണ്. അതായത് നമ്മുടെ ഊർജത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിനിയോഗം തന്നെയാണ്. പാഴാക്കാതെ അതിനെ എവിടെയാണോ വേണ്ടത് അവിടെ ഉപയോഗിക്കുക. ആ തിരിച്ചറിവും വലിയൊരു കാര്യമാണ്. എൻ്റെ ഊർജം എവിടെ ഉപയോഗിക്കണം, അതിനുള്ള ഏറ്റവും ചെറിയൊരു ക്യാപ്സ്യൂൾ കീയാണ് ഞാൻ പറഞ്ഞത്, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം എന്നുള്ളത്. അപ്പം ഞാൻ പറയുകയാണ്, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, മരവിച്ച അവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതല്ല, ബോധത്തോടു കൂടി എങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടടത്ത് പ്രതികരിക്കാനും അല്ലാത്തടത്ത് നമുക്ക് റിയാക്ഷൻ ഇല്ലാതിരിക്കാനായിട്ടും സാധിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ എനർജി സേവിങ് മോഡിലാണ്. ഈ എനർജി നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് വെറുതെ സേവ് ചെയ്ത് വെക്കുന്നതല്ല, നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മാറും തീർച്ചയായിട്ടും. നമുക്ക് തൽക്കാലം മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നമസ്തേ.